അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി, അവശരായ ആളുകൾക്ക് വേണ്ടി, നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വളരെ ശക്തമായി കൊണ്ടുപോവുക, സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വഴി സ്വീകരിക്കുകയല്ലാതെ ഈ പ്രസ്ഥാനം ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു ആരോപണത്തിന് മുമ്പിൽ, ഏതെങ്കിലും ഒരു തരം വക്രീകരണത്തിന് മുമ്പിൽ, നുണപ്രചാരണത്തിന് മുമ്പിൽ ഇതിന്റെ ഓഫീസ് പൂട്ടി, ഇതിന്റെ പ്രവർത്തനങ്ങൾ നിർത്തി, പഞ്ചപുച്ഛമടക്കി ആ സർട്ടിഫിക്കറ്റ് നിങ്ങളൊന്ന് തന്നേക്കൂ എന്ന് പറഞ്ഞ് ഒരാളുടെ മുമ്പിലും തല കുമ്പിടുകയില്ല. ഇത് പ്രപഞ്ചനാഥന്റെ മുമ്പിൽ മാത്രം കുമ്പിടാൻ തീരുമാനിച്ചുറച്ച ശിരസ്സുള്ളവരുടെ പ്രസ്ഥാനമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ അധ്യക്ഷൻ, വേദിയിലുള്ള ജമാഅത്ത് ഇസ്ലാമി ഷൂറാംഗം ടി മുഹമ്മദ് സാഹിബ്, നമ്മുടെ സ്വാഗതം പറഞ്ഞ അഷ്റഫ് സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള എനിക്കേറെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന 2 പ്രഭാഷണങ്ങൾക്കകത്ത് മാത്രമല്ല, ഈ പ്രഭാഷണങ്ങളും ഈ പരിപാടിയും തന്നെ യഥാർത്ഥത്തിൽ വലിയ ഒരു സന്ദേശമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ കൈ വെട്ടും എന്നാണ് 2 ദിവസം മുമ്പ് പറഞ്ഞത്. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പറഞ്ഞത് കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നാണ് ഇന്ന് കാസർഗോഡ് നിന്നും പറഞ്ഞത്. അപ്പോൾ ഇനിയും സെക്രട്ടറി എന്തെങ്കിലും പറഞ്ഞാൽ നാളെ എന്താ വിളിക്കുക എന്നറിയില്ല. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ കൈയും വെട്ടൂല, കാലും വെട്ടൂല, തലയും വെട്ടൂല, നമ്മൾ സംവാദം നടത്തും. കാരണം നമ്മുടെ കയ്യിൽ പറയാനുണ്ട്, നമ്മുടെ കയ്യിൽ കൃത്യമായ വെളിച്ചമുണ്ട്, ആശയങ്ങളുണ്ട്, ആദർശമുണ്ട്, നയപരിപാടികളുണ്ട്. പറയാനുണ്ട് എന്ന് മാത്രമല്ല, ആളുകൾക്കിടയിൽ പറയാൻ കൊള്ളാവുന്ന ഒരു ചരിത്രവും ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ആളുകളുമായി സംസാരിക്കുകയും എഴുതുകയും സംവദിക്കുകയും തിരുത്തുകയും വിമർശിക്കുകയും നേർവഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും വദാഇൻ ഇലല്ലാഹി ബിഇദ്നി, ഏതെങ്കിലും ഒരു സങ്കുചിതത്വത്തിലേക്കല്ല, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാനിലേക്ക് അവൻ്റെ അനുമതി പ്രകാരം ക്ഷണിക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ലൈൻ. അതുകൊണ്ട് പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിപാടി, ഇതുപോലെ സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടികൾ. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു അഖിലേന്ത്യാ പ്രസ്ഥാനം, കേരളത്തിന് പുറത്തും അതിന് വേരുകളുണ്ട്, ഘടനയുണ്ട്, സംവിധാനങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ പരിപാടികൾ വളരെ കൃത്യമായും വ്യവസ്ഥാപിതമായും നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം കേരളത്തിൽ മാത്രം ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു ചെറിയ, ഇന്ത്യയിലെ തന്നെ ചെറിയ ഒരു സംസ്ഥാനമാണല്ലോ കേരളം. ഈ കേരളത്തിലെ ഒരു ചെറിയ ഭൂപ്രദേശത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള വിമർശങ്ങൾ കൊണ്ട് നിശ്ചലമായി പോയേക്കും എന്നതുകൊണ്ടല്ല ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ സംഘടിപ്പിക്കുന്നത്. നേരറിയാൻ, അത് നേരത്തെ തന്നെ അറിയാൻ ഇവിടെയുള്ള പൗരന്മാർക്ക് യഥാർത്ഥത്തിൽ അവകാശമുണ്ട്. ആ അവകാശം നിഷേധിക്കപ്പെട്ടുകൂടാ എന്നതാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികളുമായി വന്നതിൻ്റെ കാര്യം. കേരളം തീവ്രവാദത്തിൻ്റെ, മതരാഷ്ട്രവാദത്തിൻ്റെ, വർഗീയതയുടെയൊക്കെ ഒരു ഹബ്ബാണ് എന്ന് കേരളം ഭരിക്കുന്നവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, അവർ തന്നെ അത് സ്ഥാപിച്ചെടുക്കാൻ മുതിർന്നാൽ, അങ്ങനെ അവരതിൽ വിജയിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ,
സംഘപരിവാറിന് ജോലി എളുപ്പമായി എന്നതാണ്. കാരണം ഈ കണ്ട തീവ്രവാദത്തെയും മതരാഷ്ട്രവാദത്തെയും വർഗീയതയും ഒക്കെ ചെറുക്കേണ്ടവർ, തടയേണ്ടവർ, അവർക്ക് 10 കൊല്ലമായിട്ട് അതിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ സംസ്ഥാനത്ത് നിന്ന് അത്തരത്തിലുള്ള തിന്മകളെ ഒഴിവാക്കാൻ ഞങ്ങൾക്ക് അവസരം തരൂ എന്ന് പറയാനുള്ള ഒരു അവസരം, അതിനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് നസറുദ്ദീൻ ഹോജ ഒരു തെരുവിൽ എന്തോ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വിളക്കുകാലിന് ചുവട്ടിലാണ് തെരയുന്നത്. അതിലെ കടന്നു വന്ന ഒരാൾ ചോദിച്ചു, എന്താണ് ഹോജ നഷ്ടപ്പെട്ടത്? നഷ്ടപ്പെട്ട സാധനം എന്താന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹവും സഹായിച്ചു തെരയാൻ. അങ്ങനെ പിന്നീട് അതിലൂടെ വന്ന ആളുകളൊക്കെ ആ കൂട്ടത്തിൽ കൂടി ഹോജയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് തെരയാൻ വേണ്ടി വിളക്കിന് ചുവട്ടിൽ. കുറെ നേരം തെരഞ്ഞിട്ടും പറഞ്ഞ സാധനം കിട്ടാതെ വന്നപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല ഹോജ, ആ സാധനം ഇവിടെ തന്നെയാണ് പോയത് എന്നതിന് ഉറപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉറപ്പുണ്ട്, അത് ഇവിടെയല്ല പോയത്, നഷ്ടപ്പെട്ടത് വീട്ടിലാണ്. പക്ഷെ അവിടെ വെളിച്ചല്ല, വെളിച്ചമുള്ളത് ഇവിടെയാണ്, അതുകൊണ്ടാണ് ഇവിടെ തെരയുന്നത് എന്നാണ് ഹോജ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ മതരാഷ്ട്രവാദം തെരഞ്ഞു നടന്നിട്ടൊരു കാര്യമില്ല. അത് ഉള്ളയിടത്ത് പോയിട്ട് തെരഞ്ഞെങ്കിലേ അത് കാണുകയുള്ളൂ. ഇപ്പൊ തൽക്കാലം വെളിച്ചമുള്ളത് ഇവിടെയാണ്. ആളുകൾ ആകർഷിക്കുന്നത് ഈ ആദർശത്തിലേക്കാണ്. ആളുകളുടെ മുമ്പാകെ ധൈര്യസമേതം അഭിമാനത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്നത് ഈ പ്രസ്ഥാനമാണ്, ഈ മാനവിക പ്രസ്ഥാനമാണ്, ഇതിന്റെ ആശയങ്ങളാണ്, ആദർശങ്ങളാണ് എന്നതുകൊണ്ട് നിങ്ങൾ ഭീകരവാദവും തീവ്രവാദവും മതരാഷ്ട്രവാദവും എല്ലാതരം അപകടകരമായ കാര്യങ്ങളും ഈ വിളക്കുകാലിനെ ചുവട്ട് തെരഞ്ഞിട്ട് കാര്യമില്ല. അതുള്ളയിടത്ത് പോയി തന്നെ തെരയണം. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ചിലർ ആനുകൂല്യം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഒരു കാലത്തും ഉണ്ടായിരുന്നിട്ടില്ല. മതരാഷ്ട്രവാദം ഇല്ലാത്തത് മതം മോശമായതുകൊണ്ടല്ല. പലപ്പോഴും ചർച്ച അങ്ങനെ വികസിക്കാറുണ്ട്. പറഞ്ഞ് മതവുമായി ബന്ധപ്പെട്ടതെല്ലാം മോശമാണെന്ന്, മതത്തിന്റെ ചിന്തകൾ മോശമാണെന്ന്, മതപരമായി ചിന്തിക്കുന്നത് തന്നെ അപകടകരമാണ് എന്നിടത്തേക്ക് പോകാറുണ്ട്. മതം മോശമായതുകൊണ്ടല്ല മതരാഷ്ട്രവാദം ഒരു കാലത്തും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വാദമായി ഇല്ലാതിരുന്നത്. പിന്നെന്തുകൊണ്ടാണ്? ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയുമാണ്. അത് വിശദീകരിച്ചും വ്യാഖ്യാനിച്ചും നൽകിയിട്ടുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ കാണിച്ചു തന്നിട്ടുള്ള വഴിയാണ്. അതിലൊരിടത്തും ഒരു കാലത്തും, അത് മുസ്ലിങ്ങൾ മാത്രം താമസിച്ച രാജ്യത്ത്, അങ്ങനെയല്ലാതെ ബഹുമത സമൂഹമായി കഴിഞ്ഞിടത്ത് എവിടെയും ഒരു കാലത്തും ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടേയില്ല. യഥാർത്ഥത്തിൽ അത് യൂറോപ്പിന്റെ സംഭാവനയാണ്. ചർച്ച് തന്നെ രാജ്യം ഭരിച്ചിരുന്ന ഒരു കാലത്ത് അന്നാട്ടിലുള്ള യാതൊരു തരത്തിലുള്ള അന്വേഷണങ്ങളും ഗവേഷണങ്ങളും പുരോഗമന ചിന്താഗതിയും വെച്ചു പുലർത്താൻ അനുവദിക്കാതെ പുരോഹിതന്മാർ ഭരണം നടത്തിയിരുന്ന ഒരു കാലത്താണ് യഥാർത്ഥത്തിൽ മതരാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായിട്ടുള്ളത്. ആ സങ്കല്പത്തിന് കീഴിൽ പുരോഗമനം പറഞ്ഞവർ, ഗവേഷണം നടത്തിയവർ, പഠനം നടത്തിയവർ, ശാസ്ത്രീയമായി ചിന്തിച്ചവർ, വിശദീകരിച്ചവരെല്ലാം ഒന്നുകിൽ തുറുങ്കിലടക്കപ്പെട്ടു അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു, വളരെ പൈശാചികമായ രീതിയിൽ വേട്ടയാടപ്പെട്ടു. ഇതാണ് നവോത്ഥാന ശ്രമങ്ങളിലേക്ക് ആധുനിക കാലം പോകാനുണ്ടായിരുന്ന പശ്ചാത്തലമെന്ന് ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒരു കാലത്തും ഇസ്ലാമികമായിട്ടുള്ള സംരംഭത്തിന് കീഴിൽ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. ഖിലാഫത്തിന്റെ കാലത്തുണ്ടായിട്ടില്ല, നുബുവത്തിന്റെ കാലത്തുണ്ടായിട്ടില്ല, ഖിലാഫത്തിന്റെ കാലത്തുണ്ടായിട്ടില്ല. ആ ഖിലാഫത്തിൽ തന്നെ ഒരുപാട് വീഴ്ചകളും തകരാറുകളും ഒക്കെ ഉണ്ടായ ദുർബലമായ ഖിലാഫത്തിന്റെ കാലത്ത് പോലും മതരാഷ്ട്രം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിട്ടില്ല. എന്നാൽ ഇസ്ലാമിന് രാഷ്ട്രസങ്കല്പമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് മാനവികമായ ഒരു ദർശനമാണ്, ഒരു ദൈവികമായ ദർശനമാണ്. ഒരേ സമയം അത് ദൈവികവും മാനവികവുമാണ് എന്നതുകൊണ്ട് തീർച്ചയായും അതിന് രാഷ്ട്രസങ്കല്പം ഉണ്ടായിട്ടുണ്ട്. അതൊരു കേവല സങ്കല്പമായി നിലനിൽക്കുകയല്ല, അത് പ്രയോഗതലത്തിൽ ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതിനുശേഷം ഖുലഫാഉ റാഷിദുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കാലേക്കൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില കള്ളികളും കോളങ്ങളുമുണ്ട്. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിനെക്കുറിച്ച് ചില കാഴ്ചപ്പാട് രൂപീകരിച്ചിട്ടുണ്ട്, അതിന് ചില അതിർത്തികൾ നിശ്ചയിച്ചിട്ടുണ്ട്.
രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് വേറെ ചില കള്ളികളും വേറെ ചില രൂപങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് മതം എന്ന് പറയുന്നതിനെ അതിനകത്തും രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ മറ്റേ കള്ളിയിലും പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ സംഘടനകൾ ഇങ്ങനെയായിരിക്കണം, മതസംഘടനകൾ ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ തീർപ്പ് കൽപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെ കാരണം. അങ്ങനെ നോക്കുമ്പോൾ ആ പരിമിതമായ കള്ളിക്കകത്ത് പലപ്പോഴും ഇസ്ലാമിക പ്രസ്ഥാനത്തെ ഒതുക്കി നിർത്താൻ കഴിയില്ല. ഇതൊരു മതസംഘടനയാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു മതസംഘടനയാണ് എന്ന് പറയാൻ കഴിയും. അതേസമയത്ത് ഇതൊരു മതസംഘടന മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു മതസംഘടന മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവുമല്ല, ഇതൊരു സാംസ്കാരിക സംഘടനയല്ല, ഇതൊരു കായിക മുന്നേറ്റമല്ല, ഇത് ഏതെങ്കിലും ഒരു കലാവേദിയല്ല. ഇത് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ ഇതിനെ ഇസ്ലാമിക പ്രസ്ഥാനം എന്നേ പറയാൻ കഴിയൂ. കാരണം ഇസ്ലാം എന്ന് പറയുന്നതും കേവലമായ ഒരു മതമല്ല, ആത്മീയവും ആധ്യാത്മികവുമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു കേവലമായ മതമല്ല ഇത്. ഇതൊരു മതാതീത മതമാണ്. വേണമെങ്കിൽ ഇതിനെ സൂപ്പർ റിലീജിയൻ എന്ന് പറയാൻ കഴിയും. ഒരു മതം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന, മതത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആ പരിമിതമായ വൃത്തത്തിന്റെ പുറത്തേക്ക് പലപ്പോഴും ഇത് കടന്നു ചെല്ലുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാം ഒരു കേവല മതമല്ലാത്തത് കൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി ഒരു കേവല മതസംഘടനയല്ല. അതുകൊണ്ടാണ് നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവഗതികളോടും നമുക്ക് പ്രതികരിക്കാനുള്ളത്, നാട്ടിലെ ഓരോ രാഷ്ട്രീയ വിഷയങ്ങളോട് പ്രതികരിക്കാനുള്ളത്, രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ മുമ്പാകെ പരിഹാരം നിർദ്ദേശിക്കാനുള്ളത്. അത് ആത്മീയമായ പ്രശ്നങ്ങളാണോ, ആത്മീയത കച്ചവടമാക്കുന്ന വിഷയമാണോ, അതല്ല ഭൗതികമായിട്ടുള്ള ഇടപെടലുകളാണോ, അതല്ലെങ്കിൽ രാഷ്ട്രീയമായ കൊള്ളരുതായ്മകളാണോ, എവിടെയാണോ ഇതിന് മനുഷ്യ ജീവിതത്തിൽ പുഴുക്കുത്തുകൾ സംഭവിക്കുന്നത്, പരാജയങ്ങളും കാലിടറലുകളും സംഭവിക്കുന്നത്, അവിടങ്ങളിൽ മനുഷ്യനെ സമാധാനത്തിലേക്ക് നയിക്കാൻ ഈ പ്രസ്ഥാനം എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. അത് ഇന്നും ഇന്നലെയും സംഭവിച്ചതല്ല. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടുകൂടി ജമാഅത്തെ ഇസ്ലാമി പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി പുതിയതായി എന്തെങ്കിലും ഒരു കാര്യം ആവിഷ്കരിച്ചത് കൊണ്ടോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന തിരുത്തി എഴുതിയത് കൊണ്ടോ അല്ല. മുമ്പ് പിന്തുണ സ്വീകരിച്ചപ്പോൾ ആഗോളമായ ഒരു സമീപനമുണ്ട് എന്ന് പറഞ്ഞ, പുകഴ്ത്തിയ, പ്രശംസിച്ച, മുഖപ്രസംഗം എഴുതിയ ആളുകൾ ഇപ്പോൾ അധിക്ഷേപിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അധിക്ഷേപിക്കാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അത് ജമാഅത്തെ ഇസ്ലാമിക്ക് വന്ന മാറ്റം കൊണ്ടല്ല, അത് ആക്ഷേപിക്കുന്നവർക്ക് തങ്ങളുടെ കാലിനടിയിൽ മണ്ണൊലിച്ചു പോകുന്നു എന്നതിനെ എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് ആലോചിച്ചപ്പോൾ അവരെത്തിയിട്ടുള്ള ഒരു തെറ്റായ കാഴ്ചപ്പാടിലും വിലയിരുത്തലിലുമാണ് അത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിൽ അവന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായി ഒതുക്കി നിർത്തണം എന്ന് പറയുന്നതിനോട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം ഉണ്ടായ കാലം മുതൽ തന്നെ അങ്ങനെ അതിനെ ഒരു സ്വകാര്യ, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് ദീനിനെ അടക്കി ഒതുക്കി നിർത്തണം എന്ന കാഴ്ചപ്പാടിനോട് യോജിച്ചിട്ടില്ല. ഇസ്ലാമും യോജിച്ചിട്ടില്ല. ഇസ്ലാം യോജിക്കാത്തത് കൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം യോജിക്കാത്തത്. അല്ലെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരാളുടെ വിശ്വാസം അയാളുടെ മനസ്സിൽ അത് ഒതുക്കി നിർത്തണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് പ്രായോഗികമാവുക? വ്യത്യസ്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടല്ലോ. ഞാനൊരു 3 വിശ്വാസങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പറയാം. ഒരാൾ വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചം താനെ ഉണ്ടായതാണ്, എന്നിട്ട് ഈ പ്രപഞ്ചത്തിൽ ഇപ്പോൾ നടക്കുന്നതെല്ലാം യാദൃശ്ചികതകളാണ്. ആളുകൾ ജനിക്കുന്നു, മരിക്കുന്നു, മഴ പെയ്യുന്നു, വെയിലുണ്ടാകുന്നു, ഉരുൾപൊട്ടലുണ്ടാകുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, ഇതെല്ലാം യാദൃശ്ചികമായ സംഭവങ്ങളാണ്. ഇതിനൊന്നും ഒരു പരിണിതിയില്ല. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ചരിത്ര പാഠങ്ങളിൽ നമുക്ക് അത്തരത്തിലുള്ള യാതൊന്നും മനസ്സിലാക്കാനില്ല. ഇതൊക്കെ യാദൃശ്ചികതകളാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ, അയാളോട് നമ്മൾ പറയാണ് ഇത് നിങ്ങളുടെ മതസങ്കല്പമാണ്, നിങ്ങളത് മനസ്സിൽ വെക്കണം. ശരി. രണ്ടാമത്തെ ഒരാളുണ്ട്, അയാൾ വിചാരിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളെല്ലാം മുൻപും ഇവിടെ ജനിച്ചവരും ജീവിച്ചവരും മരിച്ചുപോയവരുമാണ്. എന്നിട്ട് അവർ പുനർജനിക്കുകയാണ് ചെയ്യുന്നത്, വീണ്ടും ഭൂമിയിൽ പുനർജനിക്കുന്നു. അങ്ങനെ പുനർജനിക്കുമ്പോൾ ഇവിടെയുള്ള ജീവികൾ, വ്യത്യസ്ത പന്നിയും നായയും പോലെയുള്ള ജീവികളൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ മുൻകാലത്ത് പാപം ചെയ്തിരുന്ന ആളുകളായിരുന്നു. അവർ പിന്നീട് പട്ടികളായിട്ട് ജനിക്കുന്നു, പന്നികളായിട്ട് ജനിക്കുന്നു, അതുപോലെ തന്നെ കൃമികീടങ്ങളായിട്ട് ജനിക്കുന്നു. പാപികൾ. നല്ല ആളുകളോ
നല്ല ആളുകളാണെങ്കിൽ ഇവിടെ ഉന്നത ജാതിയിൽ പിറക്കുന്നു. ഇതാണ് ഒരാളുടെ സങ്കല്പം. ഇനി പാപം അത്രമേൽ ഒരു നികൃഷ്ട ജീവിയാകാൻ മാത്രം പാപമില്ലെങ്കിൽ അയാൾ ജാതിയിൽ താഴ്ത്തപ്പെട്ടവനായിട്ട് ജനിക്കുന്നു. ഇങ്ങനെയാണ് ഒരാൾ വിശ്വസിക്കുന്നത്. അയാളോട് നമ്മൾ പറയാണ്, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ വെക്കണം. അയാൾ മനസ്സിൽ വെച്ചു. മൂന്നാമതൊരാള് അയാൾ വിചാരിക്കുന്നത് ഈ ലോകം, ഇതിനു ശേഷം ഒരു മരണാനന്തര ജീവിതമുണ്ട്, ഒരു പരലോകമുണ്ട്, അവിടെ വിചാരണയുണ്ട്, ഇവിടെ നന്മ ചെയ്തവർക്ക് അവിടെ നന്മയും ഇവിടെ തിന്മ ചെയ്തവർക്ക് അവിടെ ശിക്ഷയും ലഭിക്കുന്ന ഒരു ലോകം വരാനുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാൾ, അയാളോട് നമ്മൾ പറയുന്നു ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. കാരണം വിശ്വാസം എന്ന് പറയുന്നതൊക്കെ മനസ്സിൽ വെക്കേണ്ടതല്ലേ. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഈ 3 പേരും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ഇതൊക്കെ യാദൃശ്ചികമായി ഉണ്ടായതാണ്, ഇതിനൊന്നും ഒരു പരിണിതി വേറെ വരാനില്ല എന്ന് വിചാരിക്കുന്ന ഒരാൾ, അയാൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്കോ മറ്റോ പോകുമ്പോൾ മുന്നിലതാ ഒരാൾ അയാൾക്കെതിരെ നടന്നു വരുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ ജാതിയിൽ ഉയർത്തപ്പെട്ട ആളാണ്. ജാതിയിലാരും ഉയരുകയും താഴുകയും ചെയ്യുന്നില്ല, ഉയർത്തപ്പെടുകയും താഴ്ത്തപ്പെടുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രയോഗിക്കുന്നത്. ജാതിയിൽ ഉയർത്തപ്പെട്ട ഒരാൾ ഇങ്ങനെ വരികയാണ്, ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരാൾ വരികയാണ്. അപ്പൊ ഇയാൾക്ക് ആ വരുന്ന ആളെ കാണുമ്പോൾ തന്നെ ഇയാളുടെ മനസ്സിൽ ഒരു ചിന്താഗതി രൂപപ്പെടും. എന്താണ് രൂപപ്പെടുക? അയാൾ അങ്ങനെ യാദൃശ്ചികമായി ജനിച്ചു, ഞാൻ ഇങ്ങനെ യാദൃശ്ചികമായി ജനിച്ചു, ഞാനും അയാളും തമ്മിലുള്ള ഇടപാടെന്താണ്? അയാൾ എന്നോട് എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെ ഞാനും പെരുമാറും. എനിക്കെന്താണോ അയാളിൽ നിന്ന് കിട്ടാനുള്ളത് അതുമാത്രമാണ് ഞാൻ അയാളോടുള്ള ഇടപാടുകളുടെ ആകെ ന്യായം. ഇങ്ങനെയാണ് അയാൾ മുന്നോട്ട് പോകുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ജാതിയിൽ താഴ്ത്തപ്പെട്ട ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചിന്തിക്കുന്നത് എനിക്കെങ്ങനെ ലാഭമുണ്ടാക്കാം, ഞാൻ എങ്ങനെ ഇയാളെ കൂടി ഉപയോഗപ്പെടുത്താം എന്നതാണ്. അങ്ങനെ അയാൾ കടന്നുപോയി. കാരണം അയാളുടെ മനസ്സിലാണ് വിശ്വാസമുള്ളത്. പക്ഷെ മനസ്സിലാണ് വിശ്വാസമുള്ളതെങ്കിലും വരുന്ന മനുഷ്യനോടുള്ള ഇടപാട് ഈ അർത്ഥത്തിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. രണ്ടാമത്തെ മനുഷ്യൻ പുറത്തിറങ്ങുകയാണ്. വീട്ടിൽ നിന്നിറങ്ങി അങ്ങനെ യാത്ര പോകുമ്പോഴാണ് ബ്രാഹ്മണനെ മുന്നിൽ കാണുന്നത്. ഉടനെ തന്നെ ഇയാളുടെ ഉത്തരീയം എടുത്ത് കക്ഷത്ത് വെക്കുകയാണ്. എന്താണ് കാരണം? ആ വരുന്നത് ഒരു വലിയ സുഹൃതം ചെയ്തയാണ്, മുജ്ജന്മ സുഹൃതം ചെയ്തതിനാൽ ബ്രാഹ്മണനായി ജനിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നതാണ് ഇയാളുടെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് നമ്മൾ അയാളോട് പറഞ്ഞത് എന്താ? നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം മനസ്സിനകത്ത് വെച്ചാൽ മതി എന്നാണ്. പക്ഷേ ആ വിശ്വാസം മനസ്സിനകത്ത് നിൽക്കുകയില്ല. ആ മനസ്സിനകത്തു നിന്ന് അത് അയാളുടെ കൈകളിലേക്ക്, അയാളുടെ ചിന്തയിലേക്ക്, അയാളുടെ കാഴ്ചപ്പാടിലേക്ക് അത് വളർന്ന് വികസിച്ച് അയാളുടെ തലയിൽ കെട്ടിയത് അയാളുടെ അടുത്ത് കക്ഷത്ത് വെച്ച് അങ്ങനെ വല്ലാതെ പഞ്ചപുച്ഛമടക്കി ആ ബ്രാഹ്മണന് മുമ്പിൽ നിൽക്കും. കാരണം ഈ വന്നു നിൽക്കുന്നത് മുജ്ജന്മ സുഹൃതം ചെയ്ത മഹാനായ ഒരു വ്യക്തിയാണ്. അതിനുശേഷം താണുകേണ് വണങ്ങി നിന്ന മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജാതിയിൽ താഴ്ത്തപ്പെട്ട ഒരാളെ കാണുന്നു. കാണുമ്പോൾ തന്നെ അറപ്പാണ്. കാരണം എന്താണ്? ഇയാൾ ജാതിയിൽ താഴ്ത്തപ്പെട്ടവനായത്, ഇവൻ ദലിതനായത്, ഇവൻ ആദിവാസിയായത്, ഇവൻ ഈഴവനായത് എന്തുകൊണ്ടാണ്? മുൻകാലത്ത് പാപം ചെയ്തത് കൊണ്ടാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അയാളോടുള്ള പെരുമാറ്റത്തിൽ, അയാളോടുള്ള സംസാരത്തിൽ, അയാളോടുള്ള ഇടപാടുകളിൽ, അയാളെ തൊടുന്നതിൽ, കാണുന്നതിൽ, അയാളോട് സംസാരിക്കുന്നതിലെല്ലാം ഒരു തരം നികൃഷ്ടമായ സ്വഭാവം ഇയാളുടെ മനസ്സിൽ നിന്ന് വരികയാണ്. നമ്മൾ അയാളോട് പറഞ്ഞത് എന്താണ്? വിശ്വാസം മനസ്സിനകത്തെ വെക്കേണ്ടതുള്ളൂ എന്നാണ്. പക്ഷേ വിശ്വാസം അങ്ങനെ മനസ്സിനകത്ത് നിൽക്കുകയില്ല. അത് കയ്യിലേക്കും കാലിലേക്കും ഇടപാടിലേക്കും പെരുമാറ്റത്തിലേക്കും സംസാരത്തിലേക്കും അതങ്ങനെ പടർന്നു പന്തലിച്ചു പോകും. അങ്ങനെ മനുഷ്യനോടുള്ള പെരുമാറ്റത്തിൽ അത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ വിശ്വാസി വരുന്നു. അയാളുടെയും മനസ്സിലാണ് വിശ്വാസം. അയാൾ വിശ്വസിക്കുന്നത് ഈ ലോകത്ത് നന്മ ചെയ്താലാണ് നന്മ, ഈ ലോകത്ത് തിന്മ ചെയ്താൽ ശിക്ഷയാണ്. അയാളുടെ മുമ്പിലേക്ക് വരുന്ന ബ്രാഹ്മണനോടും അയാളുടെ മുമ്പിലേക്ക് വരുന്ന ജാതിയിൽ താഴ്ത്തപ്പെട്ടവനോടും ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, എല്ലാവരെയും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ആരെയെങ്കിലും മനുഷ്യന്റെ ഉടമയായോ അല്ലെങ്കിൽ മനുഷ്യരുടെ അടിമയായോ കാണാൻ പാടില്ല എന്ന നീതിബോധമാണ് അയാളെ നയിക്കുക. ഇങ്ങനെയാണ് മനസ്സിനകത്തെന്തുണ്ടോ അതാണ് മനുഷ്യന്റെ പ്രവർത്തനത്തിലേക്ക് വ്യാപിക്കുക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മതത്തെ, നിങ്ങളുടെ വിശ്വാസത്തെ, നിങ്ങളുടെ കാഴ്ചപ്പാടിനെ നിങ്ങളുടെ മനസ്സിനകത്ത് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമായ ഒരു ഏർപ്പാടല്ല. സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള പല ചിന്താഗതികളും മനസ്സിനകത്ത് സ്ഥാനം പിടിച്ചത് കൊണ്ടാണ്, ഈ തരത്തിൽ സവർണമായ പല ആശയങ്ങളും മനസ്സിനകത്ത് സ്ഥാനം പിടിച്ചത് കൊണ്ടാണ് വിപ്ലവ പാർട്ടികളുടെയും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി ഉയർക്കൊണ്ട പാർട്ടികളുടെയും നേതാക്കന്മാർ പലപ്പോഴും സംഘപരിവാറിനേക്കാൾ മോശമായി സംസാരിക്കുന്നത്, അവരെക്കാൾ മോശമായ ഇടപെടലുകൾ നടത്തുന്നത്, അവരെക്കാൾ നികൃഷ്ടമായ പദപ്രയോഗങ്ങൾ പ്രയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം മനസ്സിനകത്ത് ഇതുണ്ടാവില്ല.
ഉണ്ടാവില്ല. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് നിങ്ങളുടെ മനസ്സിനകത്ത് ആദ്യമേ തന്നെ നീതിബോധത്തെ നിങ്ങൾ സ്ഥാപിക്കണം എന്നതാണ്. നിങ്ങളുടെ ആദർശമായിട്ട് മനുഷ്യർക്കിടയിൽ യാതൊരു വ്യത്യസ്തതകളുമില്ല എന്ന സമത്വത്തിന്റെ ഉന്നതമായ ഒരു ബോധത്തെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് സൂക്ഷിച്ചു വെക്കണമെന്നാണ്. അതിന് പറയുന്ന പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാൽ ദൈവമല്ലാതെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും നാസ്തികരെയും അല്ലാത്തവരെയും എല്ലാം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ സംരക്ഷകനായ സാക്ഷാൽ രക്ഷിതാവായ ദൈവമുണ്ടല്ലോ, ആ ദൈവമല്ലാതെ നിങ്ങൾക്ക് തലകുമ്പിടാൻ, വിളിച്ചു പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, അനുസരിക്കാൻ, ജീവിതം സമർപ്പിക്കാൻ മറ്റൊരു ഇലാഹുമില്ല എന്നുള്ള ആദർശവാക്യമാണ് ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തിന് മുമ്പാകെ വെക്കുന്നത്. ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും ആദർശം അതായിക്കൊള്ളണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധ ബുദ്ധിയുമില്ല. നമുക്കെന്തുകൊണ്ടാണ് നിർബന്ധ ബുദ്ധി ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ നാം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിന് ആ നിർബന്ധ ബുദ്ധിയില്ല എന്നതുകൊണ്ടാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ നിങ്ങൾ വിളിക്കണം ആളുകളെ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ നിങ്ങൾ ക്ഷണിക്കണം. എന്തുകൊണ്ട് ക്ഷണിക്കണം? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു യഥാർത്ഥത്തിൽ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്, സമാധാനത്തിന്റെ അവസ്ഥയിലേക്കാണ്, നിർഭയത്വത്തിന്റെ അവസ്ഥയിലേക്കാണ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാനിരിക്കുന്നത് എന്താണെന്നറിയുമോ? മനുഷ്യർ തമ്മിലുള്ള ഉച്ചനീചത്വങ്ങൾ അവസാനിച്ചു പോവുക എന്നതാണ്. ജാതിപരമായ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാവും എന്നുള്ളതാണ്. ദേശീയതയുടെയും വംശീയതയുടെയും വർഗീയതയുടെയും അത്തരത്തിലുള്ള എല്ലാ സങ്കുചിതത്വങ്ങളിൽ നിന്നും പക്ഷപാതിത്വങ്ങളിൽ നിന്നും മനുഷ്യന് മോചിതമാവാൻ സാധിക്കുമെന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്ക് മനുഷ്യൻ കടന്നു വന്നാൽ സംഭവിക്കുക. അത് മദീനയിൽ കണ്ടതാണ്, അത് മക്കയിൽ ആരംഭിച്ചതാണ്, അത് മദീനയിൽ പ്രാവർത്തികമാക്കിയതാണ്, അതിന്റെ പൂർത്തീകരണം നടന്നതാണ്. ആ വഴിയിൽ ചരിത്രം ഒരുപാട് മുന്നോട്ട് പോയതാണ്. ഇപ്പോഴും ആ ശോഭന ചിത്രങ്ങൾ അഭിമാനപൂർവ്വം ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഈ രാജ്യത്തുള്ള ജനങ്ങളോട് അവരാരായിക്കൊള്ളട്ടെ, ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരായിക്കൊള്ളട്ടെ, അവരുടെ മുമ്പാകെ ആദർശത്തെ പ്രബോധനം ചെയ്യുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. ഇത്രയും കാലമായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഈ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്ത ഒരാളോടുള്ള നമ്മുടെ പെരുമാറ്റം എന്താണ്? അത് നമ്മുടെ പ്രബോധിതരാണ് എന്ന കാഴ്ചപ്പാടാണ്. അവരോട് നമുക്ക് സ്നേഹവും ഗുണകാംക്ഷയുമാണ്. അവരെ നമ്മൾ നാളെ ഈ ആദർശത്തിന്റെ സുഖശീതളിമയിലേക്ക് കൊണ്ടുവരണമെന്ന മോഹത്തോടെ, താല്പര്യത്തോടെ, പ്രതീക്ഷയോടുകൂടി ആണ് അവരെ സമീപിക്കുക. അതുകൊണ്ട് നമുക്ക് അവരോട് ദയയാണ്, അവരോട് നമുക്ക് കാരുണ്യമാണ്, അവരോട് നമുക്ക് സ്നേഹമാണ്. ആ പ്രബോധിതരോടുള്ള അടങ്ങാത്ത ഗുണകാംക്ഷയുടെ പേരിൽ പ്രവാചകന്റെ ഹൃദയം തപിച്ച സന്ദർഭത്തിൽ അള്ളാഹു തന്നെയാണ് പറഞ്ഞത്, ഫലഅല്ലക ബാഖിഉൻ നഫ്സക്, അല്ലയോ തിരുദൂതരെ, അങ്ങയെ സ്വയം നശിപ്പിക്കുമാർ അവസ്ഥയിലെത്തിയിരിക്കുന്നു, അത്ര വേണ്ടതില്ല എന്ന് അല്പമൊന്ന് തിരിതാഴ്ത്തണമെന്ന് പറഞ്ഞതാണ് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദർശവാക്യം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ അഥവാ സാക്ഷാൽ ദൈവമല്ലാതെ വേറെ ഒരു ദൈവമില്ല എന്ന കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ആ ദൈവത്തിന് മുമ്പിലാണ് നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കേണ്ടത്, നിങ്ങളുടെ ആവലാതികൾ ബോധിപ്പിക്കേണ്ടത്, നിങ്ങളുടെ പ്രാർത്ഥനകളുടെ, നിങ്ങളുടെ എല്ലാ സഹായാഭ്യർത്ഥനകളുടെയും കൈകൾ ഉയർത്തേണ്ടത് ആ സാക്ഷാൽ ദൈവത്തിന്റെ മുമ്പിലാണ്. കാരണം അവന് മാത്രമേ നിങ്ങളുടെ സങ്കടങ്ങളെ തീർത്തു തരാൻ കഴിയൂ, അവന് മാത്രമേ നിങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ കഴിയൂ, അവന് മാത്രമേ നിങ്ങൾക്ക് വേണ്ടതെന്തോ അത് നൽകാൻ കഴിയൂ. കാരണം അവന് മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ അറിയുന്നത്, അവന് മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ ഘടന അറിയുന്നത്, അവൻ മാത്രമാണ് ഈ ഒന്നിനോടൊന്നു ചേർന്ന് പരസ്പര ബന്ധിതമായ ഈ പ്രപഞ്ചത്തെ ഇவ்விதം സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക, അവന്റെ മുമ്പിൽ മാത്രം നിങ്ങൾ കുമ്പിടുക, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. അതുപോലെ നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ, നിങ്ങളുടെ പരസ്പര ബന്ധങ്ങളിൽ, നിങ്ങളുടെ ഇടപാടുകളിൽ ഏതാണ് ശരിയെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക? അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പരിമിതിയുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ എല്ലാ മൂലയിലും നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല, ഈ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ അറിയില്ല, ആകാശലോകത്തെ വസ്തുതകൾ അറിയില്ല, നിങ്ങൾ ചവിട്ട് നിൽക്കുന്ന ഭൂമിക്കടിയിൽ എന്ത് ഇപ്പോൾ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്കറിയില്ല. ഇനി നിങ്ങളുടെ തന്നെ തൊട്ടടുത്ത നിമിഷത്തിൽ എന്താണ് വരാനിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല.
അതുകൊണ്ട് കറുത്തവൻ നിയമമുണ്ടാക്കിയാൽ അത് വെളുത്തവനെതിരാവുക സ്വാഭാവികം. വെളുത്തവനുണ്ടാക്കുന്ന നിയമത്തിൽ കറുത്തവനോട് അനീതി ഉണ്ടാവുക സ്വാഭാവികം. അതുകൊണ്ട് ജാതീയതയുടെ, വംശീയതയുടെ, വർഗീയതയുടെ, സാമുദായികതയുടെ, ദേശീയതയുടെ പരിമിതികൾ നിങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങളിൽ കടന്നുകൂടാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ഇടപാടുകളിൽ, നിങ്ങൾ തമ്മിലുള്ള പെരുമാറ്റങ്ങളിൽ, നിങ്ങൾക്കിടയിലുള്ള സാമൂഹികമായ വ്യവഹാരങ്ങളിൽ, നിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ തന്നെ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുള്ള ജീവിത വ്യവസ്ഥയെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന പ്രബോധനമാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാകുന്നു നീതിയുക്തമായിട്ടുള്ളത്. അവിടെ ലൈംഗികമായ അരാജകത്വം ഉണ്ടാവുകയില്ല, അവിടെ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വം ഉണ്ടാവുകയില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും സൃഷ്ടിച്ച് സംവിധാനിച്ച, എല്ലാവരുടെയും നാഥൻ അറിയിച്ചു തരുന്ന ഒരു ജീവിത ക്രമത്തിലേക്ക് നീങ്ങുമ്പോൾ നിർഭയത്വം ഉണ്ടാകും. അവിടെ നിങ്ങളുടെ സമ്പത്തിന് സുരക്ഷിതത്വം ഉണ്ടാകും. അവിടെ നിങ്ങളുടെ പെൺകുട്ടികളുടെ മാനം സംരക്ഷിക്കപ്പെടും. സൻആ മുതൽ ഹദറമൗത്ത് വരെ ഒരു പെൺകുട്ടിക്ക് നിർഭയയായി നടന്നു പോകാനുള്ള സുരക്ഷിതത്വത്തിന്റെ ഒരു കാലം വരും. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ടാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. കാരണം ദൈവമല്ലാത്ത ആര് തീരുമാനിച്ചാലും അതിൽ പക്ഷപാതിത്വത്തിനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. ഈ ആദർശമാണ് ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത്. ആ ജനങ്ങളോട് ഈ ആദർശം പറയുന്നതിൽ അതിന് വളരെ കൃത്യമായ ഒരു പ്രവർത്തന മാർഗമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം ഇഖാമത്തുദ്ദീൻ എന്നതാകുന്നു. നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം തിരഞ്ഞെവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അച്ചടിച്ച് വിതരണം ചെയ്യുന്ന ഒരു ഭരണഘടന ഈ പ്രസ്ഥാനത്തിനുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് നടത്തുന്ന പാർട്ടി ക്ലാസുകൾ ഈ പ്രസ്ഥാനത്തിനുണ്ട്. ആ പാർട്ടി ക്ലാസുകളിൽ പങ്കെടുത്ത് പ്രസ്ഥാനത്തിന്റെ ആദർശവും ലക്ഷ്യവും പ്രവർത്തന മാർഗവും പഠിച്ചു മനസ്സിലാക്കുന്ന ആളുകൾക്ക് അംഗത്വം കൊടുക്കുന്ന ഒരു അംഗത്വ വ്യവസ്ഥ ഇതിനുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുവാനുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഈ സംഘടനക്കുണ്ട്. ആരെങ്കിലും ആ ഭരണഘടനയുടെ ആശയാദർശങ്ങളിൽ നിന്ന്, അതിന്റെ എല്ലാ തരത്തിലുമുള്ള ഘടനയിൽ നിന്ന് തെന്നിമാറിപ്പോകുന്നുണ്ടെങ്കിൽ നിയന്ത്രിക്കുവാനുള്ള ഒരു അച്ചടക്ക സംവിധാനം ഈ പ്രസ്ഥാനത്തിനുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് സ്വയം കൽപ്പിച്ച ലക്ഷ്യങ്ങളുമായി കടന്നു വരുന്നത്? ഇതിന്റെ ലക്ഷ്യം ഇഖാമത്തുദ്ദീൻ എന്നതാണ്. എന്താണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ? ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ മതം സ്ഥാപിക്കുക എന്നതാണ്. അത് അത്യന്തം അപകടകരമാണ്, അത് വളരെ കുഴപ്പം പിടിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ ആളുകൾ യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, നമുക്ക് പറയാനുള്ളത് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന പദം ജമാഅത്തെ ഇസ്ലാമി കണ്ടുപിടിച്ചതല്ല. ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന പദം ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ ആദ്യമായി കണ്ടുപിടിച്ചെഴുതിയതല്ല. ഇത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശൂറ 13-ാമത്തെ ആയത്തിൽ നിന്നെടുത്ത പദമാണ്. ഇത് പ്രവാചകന്മാരുടെ എല്ലാം ലക്ഷ്യമായിട്ട് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇഖാമത്തുദ്ദീൻ അപകടകരമാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിന്റെ വിശദീകരണം അബ്രഹാം പ്രവാചകൻ അപകടകാരിയാണ് എന്നതാണ്. കാരണം ഇബ്രാഹിം നബിയുടെ ലക്ഷ്യമായിട്ട് ഖുർആൻ പറഞ്ഞതാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത്. ഇത് അപകടകരമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മഹാനായ യേശു അപകടകാരിയാണ് എന്നാണ് അതിനർത്ഥം. കാരണം യേശുവിന്റെ ഈസാ അലൈഹിസ്സലാമിന്റെ ലക്ഷ്യം ഇഖാമത്തുദ്ദീൻ ആയിരുന്നു. പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. പൂർവികരായിട്ടുള്ള മഹത്തുക്കളായ പ്രവാചകന്മാരഖിലവും അവരുടെ ലക്ഷ്യമായി സ്വീകരിച്ച പദം, ആ ലക്ഷ്യമായി സ്വീകരിച്ച കാര്യം, അതാണ് ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യമായി സ്വീകരിച്ചിട്ടുള്ളത്. ഇഖാമത്തുദ്ദീൻ, ദീനിനെ സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവികമായ മൂല്യങ്ങളെ ജനസമൂഹത്തിനിടയിൽ സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നതാണ്. എന്താണ് ദൈവികമായ മൂല്യം? കയ്യും കാലും വെട്ടലല്ല ദൈവികമായ മൂല്യം. ദൈവികമായ മൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എതിരാളികളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തലല്ല, അവരെ ഭീഷണിപ്പെടുത്തലല്ല, അവരോട് അപമര്യാദയായി പെരുമാറലല്ല, ഇഷ്ടമില്ലാത്തവരെ കുറിച്ചൊക്കെ ഉത്തരവാദിത്വ ബോധമില്ലാതെ നുണകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കലല്ല. ദൈവിക മൂല്യം എന്ന് പറയുന്നത് സത്യമാണ്, നീതിയാണ്, ധർമ്മമാണ്, നന്മയാണ്, ലോകത്തുള്ള സകല നന്മകളുമാണ് ദൈവികമായ മൂല്യം എന്ന് പറയുന്നത്. എന്താ അത്? ഈ സമൂഹത്തിൽ നിലനിർത്തേണ്ടതല്ലേ? ഈ സമൂഹത്തിൽ ഈ ദൈവികമായ മൂല്യങ്ങളെ നിലനിർത്തുവാനുള്ള പണിയാണ് ഇഖാമത്തുദ്ദീൻ എന്ന ഒറ്റ വാക്കിൽ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലേക്ക് അവരുടെ ആഘോഷവേളകളിൽ, സന്തോഷാവസരങ്ങളിൽ, ആ സന്തോഷം പങ്കിടാൻ കഴിയാതെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്കിടയിലേക്ക് അവരുടെ
കയ്യിൽ അവർക്ക് ഭക്ഷണത്തിനുള്ള പൊതികളുമായി ക്രിസ്മസിനും ഓണത്തിനും പെരുന്നാളിനും ഒക്കെ കടന്നു ചെല്ലുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കടം കൊണ്ട് വലഞ്ഞവരുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്നത് ആ ദൈവിക മൂല്യത്തിന്റെ സംസ്ഥാപനമാണ്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി നൽകുന്ന ഓരോ വീടും, ഓരോ ഭക്ഷണ കിറ്റും, ഓരോ സൗഹൃദ സദസ്സും, ഓരോ സ്നേഹ സംഭാഷണവും ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന അത്യുന്നതമായ ഒരു ലക്ഷ്യപൂർത്തീകരണത്തിന്റെ വഴിയിലുള്ള സുപ്രധാനമായ കാര്യമാണ്. കാരണം ദൈവിക മൂല്യങ്ങളുടെ സംസ്ഥാപനം എന്നതാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നതിന്റെ മലയാളം. നാട്ടിൽ സത്യമുണ്ടാകണം, ധർമ്മം നിലനിൽക്കണം, നീതി ഉണ്ടാകണം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും ഉണ്ടാകാൻ പാടില്ല, അനീതി ഉണ്ടാകാൻ പാടില്ല, ഒരു നിലക്കും ഉച്ചനീചത്വങ്ങൾ ഉണ്ടാകാൻ പാടില്ല, മനുഷ്യന് വെറുക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ എല്ലാ വിലാസങ്ങളുടെയും മുമ്പ് മനുഷ്യൻ എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ വിലാസമെന്ന്, ആദിമ മനുഷ്യന്റെ ആ ചോരയാണ് ഈ ലോകത്തുള്ള സകല മനുഷ്യരുമെന്ന ആ ചിന്താഗതി, ആ കാഴ്ചപ്പാട്, ആ മാനവികത അത് ഈ രാജ്യത്ത് നിലനിർത്തുക, അതിനെ സംസ്ഥാപിക്കുക, അതിനെ നിലനിർത്തുക എന്നതാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇത് ഈ രാജ്യത്ത് ആവശ്യമുള്ള കാര്യമല്ലേ? ഇന്നും ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറയുമ്പോൾ, ഇന്ത്യ ഒന്നാം ലോകത്തോട് കിടപിടിക്കുന്ന അവസ്ഥയുണ്ട് എന്ന് പറയുമ്പോൾ, പട്ടിണിക്കോലങ്ങളായി ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത എത്രയെത്ര പതിനായിരക്കണക്കിന് ജനങ്ങളാണുള്ളത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. താമസിക്കാൻ കൂരയില്ലാത്തവർ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആളുകൾ, ചികിത്സിക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ആളുകൾ ഈ രാജ്യത്ത് തന്നെ എത്ര ആയിരങ്ങളാണ്, എത്ര പതിനായിരങ്ങളാണുള്ളത്. അവർക്കിടയിൽ മാനുഷികത്വത്തിന്റെ, മനുഷ്യ സമത്വത്തിന്റെ, ഐശ്വര്യത്തിന്റെ, സുഭിക്ഷതയുടെ, സമാധാനത്തിന്റെ നല്ല നാളെ ഉണ്ടാക്കുക എന്ന പണിയാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത്. അതെല്ലാ മേഖലയിലും അങ്ങനെയാണ്. ആത്മീയമായ, ആധ്യാത്മികമായ ദാരിദ്ര്യമുള്ളയിടത്ത് നമ്മൾ അവിടെ ആത്മീയതയുമായി കടന്നു ചെല്ലും. നമ്മുടെ മുമ്പിൽ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നവരുടെ അടുത്ത് നമ്മൾ ഭക്ഷണമായിട്ട് കടന്നു ചെല്ലും. സുരക്ഷിതത്വത്തിന്റെ ഭീഷണി അനുഭവിക്കുന്നിടത്ത് സുരക്ഷിതത്വത്തിന്റെ വർത്തമാനമായിട്ട് നമ്മൾ കടന്നു ചെല്ലും. സൗഹാർദ്ദത്തിന് വിഘാതം ഉണ്ടാകുന്നിടത്ത് നമ്മൾ സൗഹാർദ്ദത്തിന് വേണ്ടി കാവലിരിക്കും. ഇതാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത്. അത് ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമാണ്. അത് ലക്ഷ്യമാണെന്ന് ഭരണഘടനയിൽ എഴുതി വെക്കുക മാത്രമല്ല, അതിനുവേണ്ടി അഹോരാത്രം രാപ്പകൽ ഭേദമന്യേ ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ ആളുകളാണ് ഈ പ്രസ്ഥാനത്തിലുള്ളത്. ഈ പ്രസ്ഥാനത്തിന്റെ ഘടകങ്ങൾ കുറവാണ്, ഇതിന്റെ അംഗങ്ങൾ കുറവാണ്, ഇതിന്റെ മനുഷ്യശേഷി കുറവാണ്, ഇതിന്റെ കയ്യിലുള്ള പണം കുറവാണ്. എന്നിട്ട് പോലും ഇന്ത്യ രാജ്യത്ത് പട്ടിണി കിടക്കുന്ന സകല മനുഷ്യരുടെയും പക്കലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രസ്ഥാനത്തിന് ആൾബലം വർദ്ധിച്ചാൽ, ഈ പ്രസ്ഥാനത്തിന് സാമ്പത്തിക ശേഷി വർദ്ധിച്ചാൽ, ഈ പ്രസ്ഥാനത്തിലേക്ക് ഇനിയും ഘടകങ്ങളും ഈ പ്രസ്ഥാനത്തിലേക്ക് വിഭവങ്ങളും കടന്നു വന്നാൽ, ഈ രാജ്യത്ത് കശ്മീർ മുതൽ കന്യാകുമാരി വരെ കട്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുമില്ലാത്ത, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളുമില്ലാത്ത ഒരു നല്ല ലോകം വരണം. അങ്ങനെ വരാനുള്ള ആഗ്രഹമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തോട് സംവദിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ വരിക. എന്നിട്ട് ഏത് സമഗ്രാധിപത്യത്തെയാണ് നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് എന്ന് നിങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു പറയുക. എന്നിട്ട് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന് എന്താണ് ലോകത്ത് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചർച്ചയ്ക്ക് വരിക. അവിടെയുള്ള സംവാദത്തിന് നിങ്ങൾ ഒരുക്കമാണെങ്കിൽ, ജനാധിപത്യ മൂല്യത്തിലുള്ള സംവാദത്തിന്റെ പക്ഷത്താണ് ഞങ്ങൾ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഈ ലക്ഷ്യത്തിലേക്ക് കടന്നു ചെല്ലാൻ ഈ പ്രസ്ഥാനം അതിന്റെ രൂപീകരണ നാൾ മുതൽ ഇതുവരേക്കും സ്വീകരിച്ചിട്ടുള്ള വഴി എന്താണ്? അതും ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ഭരണഘടനയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. സമാധാനപൂർണമായ വഴിയാണ്, രചനാത്മകമായ വഴിയാണ്, നശീകരണത്തിന്റെ വഴിയല്ല, എന്തെങ്കിലുമൊക്കെ തച്ചു തകർക്കലിന്റെ വഴിയല്ല, അസമാധാനത്തിന്റെ വഴിയല്ല. ഞങ്ങൾ തീവ്രവാദികളല്ല എന്ന് ഞങ്ങൾ അന്തസ്സോടെ പറയുന്നത്, ഞങ്ങൾ തീവ്രവാദികളാണെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്തു കളയുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടല്ല. അത്തരമൊരു തീവ്രപരമായ നിലപാട് ഞങ്ങൾ വിശ്വസിക്കുന്ന ഉടയതമ്പുരാൻ അനുവദിച്ചു തരുന്നില്ല എന്നതുകൊണ്ടാണ്, ലോകത്തിന്റെ ദൈവം അനുവദിച്ചു തരുന്നില്ല എന്നതുകൊണ്ടാണ്, ഞങ്ങൾ വിശ്വസിക്കുന്ന ആദർശം അത് അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ സയ്യിദ് അബുൽ അല മൗദൂദിയോട് തീവ്രവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചോദിച്ചപ്പോ അന്ന് തന്നെ അല്പം പോലും ആലോചിച്ചു നിൽക്കാതെ, യാതൊരു പഴുതുമില്ലാത്ത വിധം അതിനെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തീവ്രത നമ്മുടെ നയമല്ല, തീവ്രത നമ്മുടെ സമീപനമല്ല, തീവ്രത നമ്മുടെ മാർഗമല്ല എന്ന് തീരുമാനിച്ച പ്രസ്ഥാനമാണ്. ഇനി ഈ രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഒരു തീവ്രവാദത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായാൽ പോലും
ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈൻ അതല്ല. അതുകൊണ്ട് സമാധാനത്തിന് കാരണം എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്നത് കയ്യിലും കാലിലും ഉണ്ടാകേണ്ടുന്ന മാറ്റത്തെക്കുറിച്ചല്ല. നമ്മൾ ആലോചിക്കുന്നത് മനസ്സിനകത്തുള്ള മാറ്റമാണ്. മനസ്സിനകത്തുള്ള മാറ്റം ഉണ്ടാവുക എങ്ങനെയാണ്? ആയുധ ശക്തിയിൽ മനസ്സിനകത്ത് മാറ്റമുണ്ടാക്കാൻ കഴിയില്ല. ഭീഷണി കൊണ്ട് മനസ്സുകളെ മാറ്റാൻ കഴിയില്ല. ഭീഷണി കൊണ്ട് ചിന്താഗതികളെ മാറ്റാൻ കഴിയുകയില്ല. ഭീഷണി കൊണ്ട് ഒരാളുടെ ആദർശത്തിൽ മാറ്റം വരുത്താൻ കഴിയുകയില്ല. പിന്നെന്താണ് വേണ്ടത്? സമാധാനപരമായ വഴിയിലൂടെ. നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ, അത് താനെ ഉണ്ടായതല്ല. ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിലുള്ള എല്ലാ ഘടകങ്ങളും അവൻ തന്നെ സംവിധാനിച്ചിട്ടുണ്ട്. ഇതിന് മേലാപ്പാക്കി ആകാശത്തെ വെച്ചിട്ടുണ്ട്. അവിടെയും ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഈ ഭൂമിയിൽ ആണും പെണ്ണും ജനിക്കുന്നത്, ജീവിക്കുന്നത്, അവരുടെ ആയുസ് ഒടുങ്ങുന്നത് സകലതും ഈ പ്രപഞ്ചനാഥന്റെ അറിവിലും അവന്റെ തീരുമാനത്തിലുമാണ്. അങ്ങനെയാണെങ്കിൽ അലാലഹുൽ ഖൽഖ് വൽ അംർ, ആ പടച്ചതമ്പുരാൻ സൃഷ്ടാവും ജഗന്നിയന്താവുമായ ആ പടച്ചതമ്പുരാന്റെ ജീവിതക്രമവും വ്യവസ്ഥയും നിങ്ങൾ അംഗീകരിക്കുകയല്ലേ ന്യായമെന്ന് ചോദിക്കണമെങ്കിൽ നാട്ടിൽ സമാധാനം ഉണ്ടാകണം. ആളുകൾക്ക് ചിന്തിക്കാൻ അവസരമുണ്ടാകണം. ആളുകൾക്ക് ബുദ്ധി ഉപയോഗിക്കുവാനുള്ള സാവകാശം കിട്ടണം. അഥവാ ഒരു സമാധാന അന്തരീക്ഷത്തിൽ മാത്രം വിളയുന്നതും സമാധാന അന്തരീക്ഷത്തിൽ മാത്രം പുഷ്പിക്കുന്നതും കായ്ക്കുന്നതുമായ ഒരാദർശമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് എന്നതുകൊണ്ടാണ് ഞങ്ങൾ തീവ്രപരമായ നിലപാട് സ്വീകരിക്കാത്തത്. അതല്ലാതെ നിങ്ങൾ ഞങ്ങളെ തീവ്രവാദികളെന്ന് വിളിച്ചു കളയുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടല്ല. നിങ്ങൾ ഞങ്ങളെ തീവ്രവാദികളുടെ പട്ടികയിൽ പെടുത്തിക്കളയുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടല്ല. ഈ പ്രസ്ഥാനമുണ്ടായി നാളിതുവരെ എന്തെല്ലാം പട്ടികകളാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, എന്തെല്ലാം പേരുകളാണ് നിങ്ങൾ വിളിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ സംവാദം നടത്താൻ സാധ്യമല്ലാതെ വരുന്ന ഓരോ ഘട്ടത്തിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പണിയതാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി നിർമ്മാണാത്മകമായ വഴിയാണ്, രചനാത്മകമായ വഴിയാണ്, സാഹിത്യത്തിന്റെ വഴിയാണ്, സംവാദത്തിന്റെ വഴിയാണ്, സംസാരത്തിന്റെ വഴിയാണ്, ഇടപഴകലുകളിലുള്ള പോസിറ്റീവായിട്ടുള്ള ആശയങ്ങൾ കൈമാറുന്നതിന്റെ വഴിയാണ്, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന വഴിയാണ്, പത്രപ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാക്കുന്ന വഴിയാണ്. ആ സ്ഥാപനങ്ങളിലൂടെയെല്ലാം ഈ സമാധാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന വഴിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണത്തിലും മുസ്ലിം അല്ലാത്തവർക്ക് വലിയ വിലയാണ് എന്നതിനെ പോസിറ്റീവായിട്ട് ഞാൻ അംഗീകരിക്കുകയാണ്. അതെ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ പ്രബോധിത സമൂഹത്തിലെ ഓരോരുത്തർക്കും ഞങ്ങളുടെ ജീവനേക്കാൾ വിലയാണ് ഞങ്ങൾ കൽപ്പിക്കുന്നത്. നിങ്ങൾക്ക് ആ വില നിശ്ചയിക്കാൻ കഴിയില്ല. നിങ്ങൾക്കതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പോലും സാധ്യമല്ല. നിങ്ങൾക്കത് ഉൾക്കൊള്ളാനുള്ള ശേഷി പോലുമില്ല. നിങ്ങൾക്കത് ഉൾക്കൊള്ളാനുള്ള ആശയപരമായ പ്രത്യയശാസ്ത്രപരമായ കരുത്ത് ഇനിയും നേടിയെടുത്തിട്ട് വേണം. പക്ഷെ അതിന് നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലുള്ള സകല മനുഷ്യരെയും നമുക്കൊന്നായി കാണാൻ കഴിയും. നമ്മുടെ സ്ഥാപനത്തിലേക്ക് അവരെ വിളിച്ചു കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ സ്ഥാപനത്തിന്റെ അതിന്റെ നിയന്ത്രണവും ചുക്കാനും അവരെ ഏൽപ്പിക്കാൻ കഴിയും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖ് എന്ന് പറയുന്ന മുശ്രിക്കായ മനുഷ്യനെ വഴികാട്ടിയായി മുന്നിൽ നിശ്ചയിച്ച പാഠം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കെല്ലാറ്റിൻ്റെയും മാതൃക സ്വീകരിക്കാനുള്ളത് പ്രവാചകരിൽ നിന്നാണ്. നമുക്കെല്ലാറ്റിൻ്റെയും വഴി കണ്ടെത്താനുള്ളത് പ്രവാചകരിൽ നിന്നാണ്. ആ പ്രവാചകരിൽ നിന്ന്, ഉത്തമരായ പ്രവാചക അനുയായികളിൽ നിന്ന് മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സാത്വാഹക സംഘം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട്. കാരണം ചരിത്രത്തിൽ കടന്നുപോയ ആളുകൾ നമുക്കതിനാണ് മാതൃക. ഒരു കാലത്തും ഏതെങ്കിലും മതപാഠശാലകൾക്കകത്തോ ആത്മീയമായ കേന്ദ്രങ്ങൾക്കകത്തോ ഏതെങ്കിലുമൊക്കെ ദിക്ർഗാഹുകൾക്കകത്തോ ജീവിതം ഹോമിച്ച് നശിച്ച് അങ്ങനെ അവസാനിച്ചു പോയതല്ല കഴിഞ്ഞുപോയ ചരിത്ര പുരുഷന്മാരുടെ ചരിത്രം എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. ബ്രിട്ടീഷ് ആധിപത്യത്തോട്, സാമ്രാജ്യത്വത്തോട് പടവരുതാൻ മിമ്പറുകളിൽ നിന്ന് ആഹ്വാനം നടത്തിയിരുന്ന മഹത്തുക്കളുടെ നാടാണ് കേരളം എന്ന് പറയുന്നത്. ഒരു വേള കേരളത്തിൽ ഇടതുപക്ഷത്തിന് പോലും സ്ഥാനം ലഭിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക പണ്ഡിതന്മാർ മണ്ണൊരുക്കിയ സാമ്രാജ്യത്വ വിരുദ്ധതയുടെ ആ ഫലം കൊയ്തെടുത്തുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം പോലും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. നിങ്ങൾ ഇന്ത്യയെ മൊത്തമായി എടുത്തു നോക്കുക. ഇതേ പ്രവർത്തനം പിന്നെ ബംഗാളിലാണ്,
അവിടെയും എന്താണ് സംഭവിച്ചത്? ഇസ്ലാമിക പണ്ഡിതന്മാര് അവിടെ വളരെ സജീവമായി സാമ്രാജ്യത്വ വിരുദ്ധ വികാരം അതൊരു ജനകീയ വികാരമാക്കി വളർത്തിയെടുത്ത മണ്ണാണ്. അവിടെയാണ് ഇടതുപക്ഷം ഉണ്ടായത്. കേരളവും അങ്ങനെയാണ്. അഥവാ സാമ്രാജ്യത്വ വിരുദ്ധത എന്ന് പറയുന്ന ഈ ഒരു ആശയം കേരളത്തിന്റെ ഈ ഭൂമിയിൽ ഇവിടെയുള്ള ജനങ്ങളുടെ മനസ്സുകളിലേക്ക് വ്യാപിപ്പിച്ചത് ആരാണ്? ഖുർആൻ അറിയുന്ന പണ്ഡിതരാണ്, ഹദീസ് അറിയുന്ന പണ്ഡിതരാണ്, ഫിഖ്ഹ് പഠിച്ച പണ്ഡിതരാണ്. ഫിഖ്ഹിലെ കിതാബുകൾ എഴുതിയവർ തന്നെയാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് പുസ്തകങ്ങൾ കിതാബുകൾ എഴുതിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി, അവശരായ ആളുകൾക്ക് വേണ്ടി, നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വളരെ ശക്തമായി കൊണ്ടുപോവുക, സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വഴി സ്വീകരിക്കുകയല്ലാതെ ഈ പ്രസ്ഥാനം ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു ആരോപണത്തിന് മുമ്പിൽ, ഏതെങ്കിലും ഒരു തരം വക്രീകരണത്തിന് മുമ്പിൽ, നുണപ്രചാരണത്തിന് മുമ്പിൽ ഇതിന്റെ ഓഫീസ് പൂട്ടി, ഇതിന്റെ പ്രവർത്തനങ്ങൾ നിർത്തി, പഞ്ചപുച്ഛമടക്കി ആ സർട്ടിഫിക്കറ്റ് നിങ്ങളൊന്ന് തന്നേക്കൂ എന്ന് പറഞ്ഞ് ഒരാളുടെ മുമ്പിലും തല കുമ്പിടുകയില്ല. ഇത് പ്രപഞ്ചനാഥന്റെ മുമ്പിൽ മാത്രം കുമ്പിടാൻ തീരുമാനിച്ചുറച്ച ശിരസ്സുള്ളവരുടെ പ്രസ്ഥാനമാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. സമയപരിധി കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രപഞ്ചനാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.